ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് ഓക്കെ തേഴ്സ്ഡേ ഒക്കെ ആയില്ല. ഓക്കെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, Queen of Pentacles, Six of Pentacles, and again Six. I think ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇന്നൊരു ചോയ്സ് വരും. ഓക്കെ, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരും. ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമായിരിക്കാം. ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. മേ ബി തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് ശരി എന്നുള്ളത് അറിയാം, പക്ഷെ നിങ്ങൾക്കത് ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സോ മേ ബി നിങ്ങളത് മാറ്റി വെക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ വേണ്ട, ഞാൻ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വേണോ പിന്നെ വേണോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന പോലെയുണ്ട് എനിക്ക്. സിക്സ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എൻ്റെ മനസ്സിലൊരു പിക്ചർ വരുന്നത് പറയാണ് ഞാൻ. ഒരു കാർഡ് കൂടി എനിക്ക് ക്ലാരിഫിക്കേഷൻ. ഓക്കെ, സെയിം തിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അഗൈൻ നിങ്ങളിവിടെ എനിക്ക് പറയാൻ ഞാനായിട്ട് പറയുന്നല്ല, യൂണിവേഴ്സായിട്ട് പറയുന്ന എടുത്തോളൂ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഭാഗത്ത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. സിക്സ് ഓഫ് പെൻഡിക്കിൾസ് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് അവിടെ കിട്ടുന്നില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു വഴിക്ക് പോയാൽ നിങ്ങൾക്ക് അതാണുള്ളത്. അവിടെ നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള അവിടെ കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ യൂണിവേഴ്സ് അവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, ആ സിറ്റുവേഷൻ വിട്ട് മാറി കളയാനാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്കും ഐ തിങ്ക് മനസ്സിൽ അറിയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ അറിയാം, കാരണം അത് ആ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു വിഷമം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ഇവിടെ നിങ്ങളിപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ഒരു ശരിക്കും നമ്മൾ പറയില്ല, ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ, ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഭാഗം, ഏത് ഭാഗമായാലും ശരി, നിങ്ങൾ വിട്ട് കളഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഒരു മിസ്റ്റേക്കായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്കിത് നല്ലതല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോവോ എന്നൊക്കെയുള്ള ചില പേടികൾ എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, ഇവിടെയും അഗെയിൻ ഒരു ഡിസിഷൻ്റെ കാര്യമാണ് കാണുന്നത്. ഇവിടെയും ഈ രണ്ട് കുതിരയാണ്. രണ്ട് കുതിര എന്ന് പറയുമ്പോൾ രണ്ട് വഴിക്ക് ആലോചിച്ചോളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏത് പാത്ത്, അഗെയിൻ സെയിം തിങ്. ഓക്കെ, ചോയ്സസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ വിക്ടറി സക്സസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാനിത് ശരിക്കും ഒരു കഥ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണെന്ന്. അഗെയിൻ റെസ്റ്റ് എടുക്കുന്ന കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. നിങ്ങൾ ആ തീരുമാനം ഡിലേ ചെയ്യാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് വഴിയാണ് നല്ലത്. ഓക്കെ, ഈ ഒരു വഴിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഒരു വഴി ഇവിടെ ഇപ്പുറത്ത് എന്താ കാണുന്നത്, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഈ വഴി നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ട്, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഉണ്ട്, മണി വൈസ് ആയിരിക്കാം, നിങ്ങളുടെ സ്റ്റെബിലിറ്റി വൈസ് ആയിരിക്കും. അതായത് ലൈഫ് നല്ല രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരും, നിങ്ങൾക്ക് നല്ലോണം അവസരങ്ങൾ വരും, നിങ്ങൾക്ക് ജോലി കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും, പ്രൊമോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് പോകും. ഓക്കെ, മറ്റേ ഭാഗത്താണെങ്കിലോ നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് കൊടുക്കലേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടൽ കുറവായിരിക്കും. ഓക്കെ, ഉണ്ടാവാം മേ ബി, പക്ഷെ അത് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. യൂണിവേഴ്സ് അവിടുത്തെ അഡ്വൈസ് പറയുന്നത് മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, ആ സിറ്റുവേഷൻ വിട്ട് കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ, ഓക്കെ, നിങ്ങൾക്കിവിടെ അഗെയിൻ ഇൻഡിപെൻഡൻസ് ആണ്. ചിലപ്പോൾ തനിച്ച് നിൽക്കേണ്ടി വന്നേക്കാം. ഓക്കെ, ബട്ട് ആ തനിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ പക്ഷെ സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് അഗെയിൻ പെന്റിക്കിൾസ് ആണ് ഇവിടെ എല്ലാം. ഇത് കരിയറിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ 2 ജോലിയുടെ കാര്യങ്ങളായിരിക്കാം. ഒരു ജോലിയിൽ നിങ്ങൾ ഓൾറെഡി ഉള്ളത് വിട്ടുമാറി പോകണോ എന്ന് ചിന്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ലൈഫിന്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും ശരി, ഏത് കാര്യമായാലും. ഓക്കെ, ഇവിടെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഒരു വശം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ അർഹിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, മറുവശത്ത് നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളിപ്പോൾ ഡിലേ ആക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വേണം വെച്ച് അവിടെ തീരുമാനം എടുക്കാനുള്ള
മേ ബി നിങ്ങൾ വിചാരിക്കുന്ന ഓക്കെ ഞാൻ കുറച്ച് കാത്തിരുന്നാൽ മേ ബി തനിയെ എന്തെങ്കിലും ഒരു ഡിസിഷൻ വരും, യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ചിലപ്പോൾ വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇവിടെ എനിക്ക് അബണ്ടൻസ് ആണ് കാണുന്നത്. ഈവൻ ലൈക്ക് 9 ഓഫ് പെന്റിക്കിൾസ് നമ്മുടെ ഒരു നിങ്ങൾ ചിലപ്പോൾ തനിച്ചായി പോയേക്കാം കുറച്ചു കാലം. കുറച്ചു കാലം നിങ്ങൾക്ക് മേ ബി ആരും ഇല്ല എന്നൊക്കെ തോന്നിപ്പോവാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും, നിങ്ങളുടെ സ്വന്തം പവറിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ഓക്കെ, ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കാനുള്ള അത്ര നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ ഇത് ക്വീൻ ഓഫ് പെന്റിക്കിൾസും നിങ്ങൾ വളരെയധികം ലൈക്ക് കരിയറിൽ ഗ്രോത്ത്, അബണ്ടൻസ് എല്ലാം കാണുന്നുണ്ട് എനിക്ക്. പ്രൊമോഷൻ, നല്ലൊരു സീനിയർ പൊസിഷൻ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസും നമ്മൾ പറയുന്നത് മണി വൈസ് ലൈക്ക് അത്രയും നല്ലൊരു കാർഡാണ്, കരിയർ വൈസ് അത്രയും നല്ലൊരു കാർഡാണ്. പോട്ടെ, കരിയറും മണിയൊന്നും അല്ല, നിങ്ങൾ ജനറൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റെബിലിറ്റി, അതായത് നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കി, സ്വന്തം ലൈഫ് നോക്കി നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ്. മറ്റെവിടെ എന്താണ് നിങ്ങൾ എപ്പോഴും കൊടുത്തോണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങളുടെ എങ്ങനെയും പറയാൻ പറ്റും, നിങ്ങൾക്ക് ഇനഫ് കിട്ടില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ സപ്പോസ് പ്രതീക്ഷിക്കുന്ന അത്ര ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. സോ അത് വിട്ട് കളയൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിലെന്താണ്, അത് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു നഷ്ടത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ഓക്കെ, അത് വിടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ തീരുമാനത്തിൽ ഇപ്പം ഡിലേ വെച്ചിരിക്കുകയാണ് ഇവിടെ. ബട്ട് ഐ തിങ്ക് അത് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു സിറ്റുവേഷൻ വരും, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം നിങ്ങൾക്ക് വരും. ഓക്കെ, ബട്ട് എന്തായാലും യൂണിവേഴ്സ് നിങ്ങളെ നല്ല വഴിക്ക് തന്നെ നയിക്കുള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ബട്ട് ഇപ്പോൾ മേ ബി ഇതൊരു അഡ്വൈസ് ആയിട്ട് പറയാം ഞാൻ. നിങ്ങൾ തൽക്കാലം ഓക്കെ കുറച്ച് ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, കുറച്ച് നേരം സമയം കൊടുക്കൂ. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരും. നല്ലോണം പ്രാർത്ഥിക്കാം. ഓക്കെ, ആക്ച്വലി യെസ്, കണ്ടു നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത് കാണുന്നുണ്ട്, സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പൊ തൽക്കാലം നിങ്ങൾക്കിപ്പോൾ സപ്പോസ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന് മുമ്പിൽ. ഓക്കെ, അതായത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എനിക്കൊരു നല്ല വഴി ഏതാന്ന് കാണിച്ചു തരണേ, എനിക്ക് ചില സൈൻ കാണിച്ചു തരാൻ പറയാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സയൻസ് ആയിട്ടൊക്കെ കാണിക്കാൻ പറയാം. ഒരു എന്തെങ്കിലും ലൈക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കാം, നിങ്ങൾക്ക് എന്ത് സൈനാണ് വേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. യൂണിവേഴ്സിനോട് പറയാം, ഞാൻ ഇന്ന വഴി ആണ് പോകേണ്ടതെങ്കിൽ എനിക്ക് ഇന്ന കാര്യം കാണിച്ചു തരൂ, മറ്റേ വഴിയാണ് ഞാൻ പോകേണ്ടതെങ്കിൽ എനിക്ക് ഇന്ന കാര്യം കാണിച്ചു തരൂ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്നും കാണുന്ന സാധനങ്ങളെ മനസ്സിൽ വിചാരിക്കാതിരിക്കുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു പൂമ്പാറ്റ അല്ലെങ്കിൽ റെഡ് പൂമ്പാറ്റ എന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ പെട്ടെന്ന് കാണുന്നതല്ലല്ലോ. സോ മേ ബി ഒരു റെഡ് ലൈക്ക് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾ തീരുമാനിച്ചോളൂ. ഓക്കെ, അങ്ങനെ പറയാം. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചോയ്സ് ആണ് ഞാൻ എടുക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് തീരുമാനം രണ്ട് കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അതിൽ ആദ്യത്തെ കാര്യമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് ഒരു റെഡ് പൂമ്പാറ്റ അല്ലെങ്കിൽ പച്ച പൂമ്പ വടവർ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഒരു ഫെദർ, എന്തെങ്കിലും ഒരു സാധനം. പക്ഷെ നിങ്ങൾ എപ്പോഴും കാണുന്നതാവരുത്. ഓക്കെ, കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് റെയർ ആയിട്ട് നമ്മൾ ഒട്ടും കാണാത്തൊരു സാധനം ആവരുത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കും. ഒന്ന് ഇരുന്ന സമാധാനമായിട്ട് ഇതുപോലെ ക്യാൻഡിലൊക്കെ വെച്ച് കൊളുത്തി, ഭയങ്കരമായിട്ട് കത്തുന്നു ക്യാൻഡിലൊക്കെ വെച്ച് കൊളുത്തി അവിടെ ഇരുന്ന് അതിൻ്റെ മുമ്പിലിരുന്ന് ഭഗവാന്റെ മുമ്പിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ മുമ്പിൽ വെച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലൈക്ക് പൂജാമുറിയിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ അവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോട് പറയാം, എനിക്ക് വഴി കാണിച്ചു തരൂ എന്ന് പറയാം. എനിക്ക് ഇന്ന കാര്യമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് ഇന്ന സൈൻ കാണിച്ചു തരൂ, മറ്റേ കാര്യമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെങ്കിൽ അതിലുള്ള വേറെ സൈൻ ചൂസ് ചെയ്യുക. രണ്ടിനും വേറെ വേറെ സൈൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനൊരു മെത്തേഡ് പറഞ്ഞു തരാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ അത് തീരുമാനിച്ചു കഴിയുമ്പോൾ നിങ്ങളത് പറഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക യൂണിവേഴ്സിനോട്. ഓക്കെ, വിത്തിൻ ലൈക്ക് ഇത്ര ദിവസം നിങ്ങൾ ഇങ്ങനെയും പറയാം. ഓക്കെ, എനിക്ക് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു ആൻസർ കിട്ടണം എന്നും പറഞ്ഞോളൂ യൂണിവേഴ്സിനോട്. ഓക്കെ, അതായത് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കിതിൻ്റെ ഈ സൈനുകൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് യൂണിവേഴ്സ് കാണിച്ചു തരും. നിങ്ങളുടെ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സമർപ്പിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ റീഡിങ് മാത്രം എടുക്കേണ്ട, നിങ്ങളായിട്ട് തന്നെ ചോദിക്കും യൂണിവേഴ്സിനോട് സൈൻ. ഓക്കെ, സോ എന്തായാലും ഒരു ചോയ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ തീരുമാനം നിങ്ങൾക്ക് നല്ലതിലേക്കായിരിക്കും നിങ്ങളെ ലീഡ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കൂ. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ്. ഇമാജിൻ ആൻഡ് എൻവിഷൻ. ഓക്കെ, എയർ മാജിക്, ഫെദർ. ഞാൻ സൈനിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആക്ച്വലി പുറത്ത് പക്ഷികളുടെ സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ സൈനിനെ കുറിച്ച് ഓർത്തത്. ഇവിടെയും ഒരു ബേർഡ് വന്നിട്ടുണ്ട്, ഫെദറും ഉണ്ട്, കുറച്ച് സയൻസ് ഒക്കെ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ മേ ബി യെസ്, നിങ്ങൾ സയൻസ് ചോദിക്കുക യൂണിവേഴ്സിറ്റി. യെസ്, ബട്ടർഫ്ലൈയും ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. ഗിവ് ഇൻ ടു പാഷൻ. ഓക്കെ, സോറി, ഒന്നുകൂടി പ്ലാന്റ് ദ സീഡ്സ്. ദേ കണ്ടോ, പ്രോസ്പെരിറ്റി ആൻഡ് അബൻഡൻസ്. 9 ഓഫ് പെന്റിക്കിൾസിൻ്റെ കാർഡാണിത്. സെയിം കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര സിമിലാരിറ്റി ആണ് നോക്കൂ. വാവ്, ഞാൻ പോലും ഈ കാർഡ് ഇത്ര ശ്രദ്ധിച്ചപ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, ഒരേപോലത്തെ കാർഡാണ്. നിങ്ങൾക്ക് അബൻഡൻസ് ആൻഡ് പ്രോസ്പെരിറ്റി
പ്രോസ്പെരിറ്റി ആൻഡ് അബൻഡൻസ് വരുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ ആദ്യം അതിനെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണം, എന്തായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ആക്ച്വലി ഇവിടെ എയർ മാജിക് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് നമ്മൾ തോട്ട്സിനെ കുറിച്ചാണ്, ചിന്തകളെ കുറിച്ചാണ്. സോ നിങ്ങൾ ചിന്തിക്കുന്നതിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം, ഇല്ല എന്നല്ല. ഓക്കെ, തടസ്സങ്ങളെ മറികടന്ന് നമ്മൾ മനസ്സുകൊണ്ട് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകൾ സത്യമായിട്ട് വരും. ഓക്കെ, സോ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ലൈക്ക് നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ചിന്തിച്ച്, ഇതുപോലെ തന്നെ പറയുന്നത് ഇമാജിൻ ആൻഡ് എൻവിഷൻ. ഓക്കെ, നിങ്ങൾ ഇവിടെ എഴുതാൻ പറയുന്നുണ്ട്, ഇവിടെ ചിന്തിക്കാൻ പറയുന്നത്, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. വിഷ്വലൈസിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കൂ. മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയാൻ ശ്രമിക്കൂ. ഓക്കെ, ഇവിടെ എന്തായാലും പ്ലാന്റ് ദ സീഡ്സ് എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ചില കാര്യങ്ങൾ തുടങ്ങി വെച്ച് കാണാം. ഓക്കെ, അതിൻ്റെ ഗ്രോത്ത് കാണും എന്ന രീതിക്കായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് പ്ലാന്റിങ് ദ സീഡ്സ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അതായത് വിത്തിടാൻ തുടങ്ങൂ. ഓക്കെ, അത് വളർന്ന് ശരിയായി നല്ല ഗ്രോത്ത് നിങ്ങൾക്ക് വരും എന്നുള്ളത് ഇവിടെ ഓൾറെഡി കാണുന്നുണ്ട്. സോ യെസ്, പ്രോസ്പെരിറ്റി. യെസ്, ഇത് നോക്കൂ, ഇതിൽ നമ്മൾ സീഡ് കുഴിച്ചിടുന്നുണ്ട് അല്ലേ, വിത്ത് കുഴിച്ചിടുന്നുണ്ട്, നമ്മൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇതിൽ നോക്കൂ, ഇതിൽ ഫുൾ ഗാർഡൻ വളർന്ന പോലെയാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് റിസൾട്ട് ഇതാണ്. നിങ്ങൾ തുടങ്ങൂ, നിങ്ങൾ മടിച്ചു നിൽക്കാതെ നിങ്ങൾ തുടങ്ങൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പിനാണ് ഇപ്പോൾ സമയം എടുക്കുന്നത്. ആ ഒരു ഡെസിഷൻ, ഓക്കെ, ഏത് വഴിക്ക് ഞാൻ പോകണം, എന്ത് ഞാൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഐ തിങ്ക് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബൻഡൻസ് ആണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫോളോ യുവർ പാഷൻ എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ ചോയ്സ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം, അതിനെ ഫോളോ ചെയ്യാം. ഓക്കെ, സോ പാഷൻ്റെ കാര്യം പറയുന്നുണ്ട്. മേ ബി ചിലവരൊക്കെ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ ജോലി വിട്ടിട്ട് നിങ്ങളുടെ സ്വന്തം ലൈക്ക് നിങ്ങൾ സിംഗിങ്, മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളെ ഫോളോ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. എന്താ വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ എന്താണ് ഇഷ്ടം, ആഗ്രഹം. ഞാൻ ആക്ച്വലി ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്. നമ്മുടെ പക്ഷികളെ പുറത്ത് കേട്ടിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇവിടെ പക്ഷികളുടെ കാണുന്നുണ്ട്. ഫെദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സോ ഫെദർ ഇവിടെ ഉണ്ട്. ആൻഡ് വേറെയും സയൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ സയൻസ് ചോദിക്കുക യൂണിവേഴ്സിനോട്. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഐ തിങ്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. യൂണിവേഴ്സിനോട് സംസാരിക്കുക, ദൈവത്തിനോട് സംസാരിക്കുക. നിങ്ങൾ പറയാം, എനിക്ക് സയൻസ് കാണിച്ചു തരൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വെക്കാം. ഓക്കെ, ഞാൻ മെത്തേഡ് പറഞ്ഞുതരാണ്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വെക്കാം. എൻ്റെ മുമ്പിൽ ലൈക്ക് നിങ്ങൾ ഒരു ലെറ്ററായിട്ട് എഴുതാം. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്സ് അങ്ങനെയാണ് സാധാരണ. ലെറ്ററായിട്ട് എഴുതാം, എനിക്ക് ഇന്ന കാര്യത്തിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം, എനിക്കൊരു ആൻസർ വേണം. എൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒരു ചോയ്സ് ഇതാണ്, സെക്കൻഡ് ചോയ്സ് ഇതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ചോയ്സ് ആണ് ഞാൻ എടുക്കേണ്ടത് എങ്കിൽ എനിക്ക് ഇന്ന കാര്യം കാണിച്ചു തരൂ. ഓക്കെ, സെക്കൻഡ് ചോയ്സ് ആണ് ഞാൻ എടുക്കേണ്ടതെങ്കിൽ എനിക്ക് ഇന്ന കാര്യം കാണിച്ചു തരൂ എന്ന് പറയാം. രണ്ടിനും വേറെ വേറെ കാര്യങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾ. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു ലെറ്ററായിട്ട് എഴുതി വെച്ച്, ഓക്കെ, യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, അതും ഇത്ര ദിവസത്തിൽ വേണം എന്നും പറയാം. അതിൽ ലെറ്ററിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ആൻസർ എനിക്കൊരു വിത്തിൻ 3 days എനിക്ക് ഒരു ആൻസർ വേണം എന്ന് പറയാം. 3 days 5 days നിങ്ങൾ തീരുമാനിച്ചോളൂ. ഓക്കെ, എത്രയും വേഗം എനിക്കിതിനൊരു ഉത്തരം കിട്ടണം, ഞാനതിന് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതാം. എഴുതിയിട്ട് ആ ലെറ്റർ നിങ്ങളുടെ പറ്റിയ പൂജാമുറിയിൽ വെക്കാം, ദൈവത്തിൻ്റെ ഏതെങ്കിലും ഇതിൻ്റെ അടി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പില്ലോൻ്റെ അടി വെക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ദിവസം നിങ്ങൾ തിരഞ്ഞു പോരുത് കേട്ടോ, സൈന് നിങ്ങൾ തിരഞ്ഞു പോരുത്, നിങ്ങളുടെ മുമ്പിൽ വരും, ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അത് പറഞ്ഞ ശേഷം പ്രാർത്ഥിച്ച ശേഷം അതിന് വിട്ട് കളഞ്ഞേക്കാം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുകളെ, ആ ചിന്തകളെ മാറ്റിവിടാം. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ സൈൻ നിങ്ങളുടെ മുമ്പിൽ വരും. ശ്രമിച്ചു നോക്കൂ. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് അത്രത്തോളം ദൃഢമാണെങ്കിൽ, യൂണിവേഴ്സിൻ്റെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈൻ കിട്ടും. ആൻഡ് ഈ മെത്തേഡ് കൂടി യൂസ് ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. വിഷ്വലൈസിങ് എന്ന് പറയും, എഴുതാം, സ്ക്രിപ്റ്റിംഗ് ചെയ്യാം, പല മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ താഴെ ഒരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിടാം അതിനെക്കുറിച്ച് കേട്ടോ. കുറച്ച് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ ശ്രമിക്കാം 2 മെത്തേഡിനെ കുറിച്ച്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, എന്തായാലും നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു ചോയ്സ് വരുന്നുണ്ട്. ആ ചോയ്സ് എടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ മെയിൻ. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ലൈഫിൽ വരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രോത്ത് ഉണ്ട്. സോ എനിവേ, ഇന്നത്തെ ദിവസം ആ ഒരു തീരുമാനത്തിൻ്റെ ഫേസിൽ നിങ്ങൾ നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, എന്തായാലും എല്ലാവരും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.